Dear students, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് നമ്മൾ തെർമോഡൈനാമിക്സ് എന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ആ ചാപ്റ്ററിലെ മറ്റു കുറച്ച് ടോപ്പിക്സും കൂടിയും ഇന്ന് ഡിസ്കസ് ചെയ്യാം. ഇന്ന് നമുക്ക് പറയാനുള്ളത് ഹീറ്റ് കപ്പാസിറ്റി. What is heat capacity? It is the amount of heat required to raise the temperature of a body through 1 degree Celsius or 1 Kelvin. ഒരു ബോഡീൻ്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 1 കെൽവിൻ ആയിട്ട് റേസ് ചെയ്യാനുള്ള ഹീറ്റിനെ, അതിനെയാണ് നമ്മൾ ആ ഹീറ്റ് റിക്വയർഡ് എമൗണ്ട് ഓഫ് ഹീറ്റിനെയാണ് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഇഫ് ക്യൂ എമൗണ്ട് ഓഫ് ഹീറ്റ് ഈസ് റിക്വയർഡ് ടു റേസ് ദ ടെമ്പറേച്ചർ ഓഫ് എ ബോഡി ത്രൂ ഡെൽറ്റ ടി, then heat capacity C is equal to Q by delta T. അവിടെ C എന്ന് പറയുന്നത് ഹീറ്റ് കപ്പാസിറ്റീനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. Q എന്ന് പറയുന്നത് എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റേസ് ദ ടെമ്പറേച്ചർ ആണ്. ഡെൽറ്റ ടി എന്ന് പറയുന്നത് ആ ടെമ്പറേച്ചർ റൈസ് ആണ്, ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ആണ്. സോ C is equal to Q by delta T. നെക്സ്റ്റ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. ഹീറ്റ് കപ്പാസിറ്റി എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞാൽ അതിനോട് റിലേറ്റ് ചെയ്ത രണ്ട് ടേംസ് ആണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയും മോളാർ ഹീറ്റ് കപ്പാസിറ്റിയും. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഈസ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റേസ് ദ ടെമ്പറേച്ചർ ഓഫ് യൂണിറ്റ് മാസ് ഓഫ് എ ബോഡി ത്രൂ 1 ഡിഗ്രി സെൽഷ്യസ് ഓർ 1 കെൽവിൻ. അവിടെ നമ്മൾ റേസ് ദ ടെമ്പറേച്ചർ ഓഫ് യൂണിറ്റ് മാസ് ഓഫ് എ ബോഡി അതാണ് നമ്മൾ കണക്കാക്കുന്നത്. അതിനെയാണ് നമ്മൾ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ത്രൂ 1 ഡിഗ്രി സെൽഷ്യസ് ഓർ 1 കെൽവിൻ. അപ്പോൾ മോളാർ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റേസ് ദ ടെമ്പറേച്ചർ ഓഫ് 1 മോൾ ഓഫ് എ സബ്സ്റ്റൻസ് ത്രൂ 1 ഡിഗ്രി സെൽഷ്യസ് ഓർ 1 കെൽവിൻ. 1 മോൾ ഓഫ് എ സബ്സ്റ്റൻസിൻ്റെ ഹീറ്റ് ടെമ്പറേച്ചർ റേസ് ചെയ്യാൻ വേണ്ട ഹീറ്റിനെയാണ് നമ്മൾ മോളാർ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയിൽ നമ്മൾ യൂണിറ്റ് മാസ് ഓഫ് എ ബോഡി അതിൻ്റെ ടെമ്പറേച്ചർ അല്ലെങ്കിൽ അതിൻ്റെ ടെമ്പറേച്ചർ റേസ് ചെയ്യാൻ വേണ്ട ഹീറ്റിനെയാണ് 1 ഡിഗ്രി സെൽഷ്യസ് ഓർ 1 കെൽവിൻ റൈസ് ഇൻ ടെമ്പറേച്ചർ, അതിനെയാണ് നമ്മൾ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ നമുക്ക് പറയാം ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റേസ് ദ ടെമ്പറേച്ചർ ഓഫ് എ ബോഡി. അത് ജനറൽ ആയിട്ട് പറയുമ്പോൾ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ യൂണിറ്റ് മാസ് ഓഫ് എ ബോഡീൻ്റെ ടെമ്പറേച്ചർ റൈസിന് വേണ്ട ഹീറ്റ്. മോളാർ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 1 മോൾ ഓഫ് എ സബ്സ്റ്റൻസിൻ്റെ ഹീറ്റ് റൈസിന് വേണ്ട ടെമ്പറേച്ചർ റൈസിന് വേണ്ട ഹീറ്റിനെയാണ് നമ്മൾ മോളാർ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. എല്ലാത്തിലും 1 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 1 കെൽവിൻ റൈസ് ഇൻ ടെമ്പറേച്ചർ ആണ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത്. Next is relationship between Cp and Cv. At constant volume, the heat capacity C is denoted by Cv. Constant volume നമ്മൾ heat capacity നെ Cv എന്ന് വിളിക്കാം. And at constant pressure, it is denoted by Cp. Constant pressure നമുക്ക് അതിനെ Cp വെച്ചിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യാം. We know that heat capacity is equal to heat capacity Q is equal to C into delta T. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ഇക്വേഷൻ ആണ്. നേരത്തെ നമ്മൾ C is equal to Q by delta T എന്ന് പറഞ്ഞു ഹീറ്റ് കപ്പാസിറ്റി. അതിൽ നമ്മൾ റീഅറേഞ്ച് ചെയ്തതാണ്. അവിടെ Q is equal to C into delta T എന്ന് കിട്ടും. C is equal to Q by delta T ആണെങ്കിൽ Q is equal to C into delta T. ആ ഇക്വേഷനാണ് നമ്മൾ ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇനി അറ്റ് കോൺസ്റ്റന്റ് വോളിയം ദ ഹീറ്റ് ക്യു വി എന്ന് പറയുന്നത് നമ്മൾ വി ചെറുതാക്കിയിട്ടാണ് കൺസിഡർ ചെയ്യേണ്ടത്. അത് സബ്സ്ക്രിപ്റ്റ് ആയിട്ടാണ് വരിക. അപ്പോൾ ക്യു വി ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു. അത് നമ്മൾ കഴിഞ്ഞ ദിവസം സിഗ്നിഫിക്കൻസ് ഓഫ് ഡെൽറ്റ യുവിൽ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യു വി എന്ന് പറയുന്നത് വി ചെറുതാണ് എന്നുള്ളത് മനസ്സിലാക്കണം. വി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് വോളിയത്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ സിഗ്നിഫിക്കൻസ് ഓഫ് ഡെൽറ്റ യുവിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. വി നോ ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ മൈനസ് P delta V. For a process taking place at constant volume, delta U is equal to 0. അപ്പോൾ delta U is equal to Q minus P delta V ല് delta V എന്ന് പറയുന്ന ടേം 0 ആയിരിക്കും. കോൺസ്റ്റന്റ് വോളിയം എന്ന് പറയുമ്പോൾ അവിടെ delta V is equal to 0 ആയി. So we can write delta U is equal to QV. അപ്പോൾ കോൺസ്റ്റന്റ് വോളിയത്തിൽ ഹീറ്റ് QV is equal to delta U. അതേപോലെ അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ, അത് നമ്മൾ സിഗ്നിഫിക്കൻസ് ഓഫ് ഡെൽറ്റ എച്ച് എന്ന ടോപ്പിക്ക് ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞതായിരുന്നു
ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ക്യൂ പി. അവിടെയും പി എന്ന് പറയുന്നത് സബ്സ്ക്രിപ്റ്റ് ആയിട്ടാണ് വരിക. അപ്പോൾ സിഗ്നിഫിക്കൻസ് ഓഫ് ഡെൽറ്റ എച്ചിൽ നമ്മൾ കണ്ടു ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ് ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി. അതേസമയം ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൽ ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ക്യൂ മൈനസ് പി ഡെൽറ്റ വി എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ അവിടെ ക്യൂ becomes equal to delta u plus p delta v. So we can equate this q and delta h. കാരണം delta h is equal to delta u plus p delta v and q is also equal to delta u plus p delta v. So we can say delta h is equal to q p. അവിടെ കോൺസ്റ്റന്റ് പ്രഷറിൽ കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്, ഞാൻ ഒന്നും കൂടി പറഞ്ഞു എന്നേ ഉള്ളൂ. സോ ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് വിച്ച് ഇസ് ഈക്വൽ ടു സി പി ഇൻറ്റു ഡെൽറ്റ ടി. അപ്പോൾ ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു സി വി ഇൻറ്റു ഡെൽറ്റ ടി. കാരണം അവിടെ നമ്മൾ കോൺസ്റ്റന്റ് വോളിയത്തിലെ ഹീറ്റ് കപ്പാസിറ്റിയാണ് സി വി ആൻഡ് കോൺസ്റ്റന്റ് പ്രഷറിലെ ഹീറ്റ് കപ്പാസിറ്റിയാണ് സി പി. സോ ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു സി പി ഇൻറ്റു ഡെൽറ്റ ടി ആൻഡ് വി നോ ദാറ്റ് എച്ച് ഇസ് ഈക്വൽ ടു യു പ്ലസ് പി വി. അപ്പം നമുക്ക് ക്യു വി ആൻഡ് ക്യു പി എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുക എന്നുള്ളത് മനസ്സിലായി. Next, for 1 mole of an ideal gas, delta H is equal to delta U plus delta PV and delta U is equal to delta RT. കാരണം നമ്മൾ പഠിച്ചതാണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ പഠിച്ചതാണ്. പി വി ഇസ് ഈക്വൽ ടു എൻ ആർ ടി എന്നാണ്. 1 മോൾ ഓഫ് എ ഗ്യാസ് ആണെങ്കിൽ എന്നിൻ്റെ ടേം എൻ എന്ന് പറയുന്നത് 1 ആയിരിക്കും. സോ പി വി ഇസ് ഈക്വൽ ടു ആർ ടി എന്ന് വരും. കാരണം എന്നിൻ്റെ സ്ഥലത്ത് നമ്മൾ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ പി വി ഇസ് ഈക്വൽ ടു ആർ ടി ഫോർ 1 മോൾ ഓഫ് എൻ ഐഡിയൽ ഗ്യാസ്. അതുകൊണ്ടാണ് നമ്മൾ ഈ മോളിൽ കാണുന്ന ഇക്വേഷനിൽ പി വിക്ക് പകരം ആർ ടി ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. കാരണം പി വി ഇസ് ഈക്വൽ ടു ആർ ടി ഫോർ 1 മോൾ ഓഫ് എൻ ഐഡിയൽ ഗ്യാസ്. സോ ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ആർ ഡെൽറ്റ ടി. അവിടെ ആർ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്, യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ആറിനെ പുറത്തെടുത്ത് ഡെൽറ്റ ടി എന്നാക്കി. സോ ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ആർ ഡെൽറ്റ ടി. ഇനി നേരത്തെ നമ്മൾ ഡെൽറ്റ എച്ചിനും ഡെൽറ്റ യുക്കും ഹീറ്റ് കപ്പാസിറ്റി ടേംസിൽ കുറച്ച് ഇക്വേഷൻസ് കണ്ടിട്ടുണ്ടായിരുന്നു. സോ ഓൺ പുട്ടിംഗ് ദ വാല്യൂ ഓഫ് ഡെൽറ്റ എച്ച് ആൻഡ് ഡെൽറ്റ യു വി ഗെറ്റ് ഡെൽറ്റ എച്ചിന് പകരം നമ്മൾ നേരത്തെ കണ്ടതാണ് ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു സി പി ഇൻറ്റു ഡെൽറ്റ ടി ആൻഡ് ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു സി വി ഇൻറ്റു ഡെൽറ്റ ടി. അപ്പോൾ ആ വാല്യൂസ് ആണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. ഡെൽറ്റ എച്ചിന് പകരം സി പി ഇൻറ്റു ഡെൽറ്റ ടി ആൻഡ് ഡെൽറ്റ യുക്ക് പകരം സി വി ഇൻറ്റു ഡെൽറ്റ ടി പ്ലസ് ആർ ഡെൽറ്റ ടി. ഈ ഇക്വേഷനിലാണ് നമ്മൾ ഹീറ്റ് കപ്പാസിറ്റി വെച്ചിട്ടുള്ള വാല്യൂസ് ആക്കി മാറ്റുകയാണ് ചെയ്തത്. ഡെൽറ്റ എച്ചിനെ സി പി ഡെൽറ്റ ടി ആക്കി ഡെൽറ്റ യുവിനെ സി വി ഡെൽറ്റ ടി ആക്കി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് ചെയ്തത്. ഇനി ഇവിടെ ഡെൽറ്റ എച്ച് കോമൺ ആണ്, അപ്പോൾ അത് ക്യാൻസൽ ചെയ്ത് പോകും. സോ സി പി ഇസ് ഈക്വൽ ടു സി വി പ്ലസ് ആർ ഓർ വി ക്യാൻ റൈറ്റ് സി പി മൈനസ് സി വി ഇസ് ഈക്വൽ ടു ആർ. ഇതാണ് സി പി ആൻഡ് സി വി തമ്മിലുള്ള റിലേഷൻഷിപ്പ്. അപ്പം നമ്മൾ വി ഹാവ് ഡിസ്കസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സി പി ആൻഡ് സി വി. സി പി ഈസ് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ആൻഡ് സി വി ഈസ് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് വോളിയം. Next, enthalpy change of a reaction, that is reaction enthalpy. Delta RH വെച്ചിട്ടാണ് നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുക. In a chemical reaction, reactants are converted into products and is represented by reactant gives product. നമുക്കറിയാം കെമിക്കൽ റിയാക്ഷനിൽ റിയാക്റ്റൻസ് എന്നാണ് നമുക്ക് പ്രൊഡക്റ്റ് കിട്ടുക. അപ്പോൾ റിയാക്റ്റന്റ് gives product നമുക്ക് എഴുതാം. The enthalpy change during a chemical reaction is called reaction enthalpy. ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ ഉണ്ടാവുന്ന എൻതാൽപ്പി ചേഞ്ചിനെയാണ് നമ്മൾ റിയാക്ഷൻ എൻതാൽപ്പി എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് ഗിവൺ ബൈ ദ സിമ്പിൾ ഡെൽറ്റ ആർ എച്ച്. അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഡെൽറ്റ ആർ എച്ച് വെച്ചിട്ടാണ്. സോ ഡെൽറ്റ ആർ എച്ച് ഇസ് ഈക്വൽ ടു സം ഓഫ് എൻതാൽപ്പീസ് ഓഫ് പ്രൊഡക്റ്റ് മൈനസ് സം ഓഫ് എൻതാൽപ്പീസ് ഓഫ് റിയാക്റ്റൻസ്. അപ്പോൾ റിയാക്റ്റൻസിൻ്റെ എൻതാൽപ്പീസിൻ്റെ സമ്മ് ആൻഡ്
പ്രൊഡക്റ്റിൻ്റെ എൻതാൽപ്പീസിൻ്റെ സമ്മ് നമ്മൾ ആദ്യം കണ്ടെത്തണം. എന്നിട്ട് ഡെൽറ്റ ആർ എച്ച് ഇസ് ഈക്വൽ ടു സം ഓഫ് എൻതാൽപ്പീസ് ഓഫ് പ്രൊഡക്റ്റ് മൈനസ് സം ഓഫ് എൻതാൽപ്പീസ് ഓഫ് റിയാക്റ്റൻറ്റ്. അതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, ഡെൽറ്റ ആർ എച്ച് ഇസ് ഈക്വൽ ടു സിഗ്മ എച്ച് പി മൈനസ് സിഗ്മ എച്ച് ആർ, വേർ സിഗ്മ എച്ച് പി സ്റ്റാൻഡ്സ് ഫോർ സം ഓഫ് എൻതാൽപ്പീസ് ഓഫ് പ്രൊഡക്ട്സ്. കുറേ പ്രൊഡക്ട്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ എല്ലാത്തിൻ്റെയും എൻതാൽപ്പീൻ്റെ സമ്മാണ് സിഗ്മ എച്ച് പി. അതേപോലെ രണ്ടോ മൂന്നോ റിയാക്റ്റൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടി എൻതാൽപ്പീൻ്റെ സമ്മാണ് സം ഓഫ് എൻതാൽപ്പീസ് ഓഫ് റിയാക്റ്റൻറ്റ്, ദാറ്റ് ഈസ് സിഗ്മ എച്ച് ആർ. നെക്സ്റ്റ് ഈസ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് എ റിയാക്ഷൻ ഡെൽറ്റ ആർ എച്ച് നോട്ട്. നമ്മൾ ഒരു ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് മുകളിലൊരു നോട്ട് വെച്ചൊരു സിമ്പിൾ വെച്ചിട്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സ്റ്റാൻഡേർഡ് ഫോമിനൊക്കെ നമ്മൾ ഒരു നോട്ട് ഇട്ട് കൊടുക്കും, ഡെൽറ്റ ആർ എച്ച് നോട്ട്. ദ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ ഈസ് ദ എൻതാൽപ്പി ചേഞ്ച് ഫോർ എ റിയാക്ഷൻ വെൻ ഓൾ ദ സബ്സ്റ്റൻസസ് ആർ ഇൻ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ്. സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിൽ ഇരിക്കെ അതിൻ്റെ എൻതാൽപ്പി ചേഞ്ചിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ എല്ലാ സബ്സ്റ്റൻസും സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിലായിരിക്കും. ആ സമയത്തുള്ള എൻതാൽപ്പി അതിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ. ദ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ ഈസ് ദ എൻതാൽപ്പി ചേഞ്ച് ഫോർ എ റിയാക്ഷൻ. ആ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാ സബ്സ്റ്റൻസും അതിൻ്റെ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിലായിരിക്കും. അതുകൊണ്ടാണ് നമ്മളതിനെ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. ഇൻ തെർമോഡൈനാമിക്സ് ദ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് റെഫേഴ്സ് ടു എക്സിസ്റ്റൻസ് ഓഫ് എ സബ്സ്റ്റൻസ് ഇൻ ഇറ്റ്സ് പ്യുവർ ഫോം അറ്റ് 1 bar pressure and at 298 Kelvin temperature. തെർമോഡൈനാമിക്സിൽ നമ്മൾ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ആ സബ്സ്റ്റൻസ് അതിൻ്റെ മോസ്റ്റ് പ്യുവർ ഫോമിലായിരിക്കണം, പ്രഷർ 1 bar ആയിരിക്കണം, ടെമ്പറേച്ചർ 298 Kelvin ആയിരിക്കണം. ഇതാണ് നമ്മൾ തെർമോഡൈനാമിക്സിലെ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ അത് സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിലായിരിക്കും. Next is standard enthalpy of formation delta FH naught. It is the standard enthalpy change for the formation of 1 mole of a compound from its elements in their most stable state of aggregation or that is reference state. Aggregation state അല്ലെങ്കിൽ reference state എന്ന് പറയുന്നത് standard state നെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. It is denoted by the symbol delta FH naught. For example, the standard enthalpy of formation of carbon dioxide is the enthalpy change when 1 mole of carbon dioxide is formed from carbon and oxygen at 298 Kelvin temperature and 1 bar pressure and all the substances are in their stable state. അപ്പോൾ ഇവിടെ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് നമ്മളൊരു എക്സാമ്പിളാക്കി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യപ്പോഴാണ് കാർബണും ഓക്സിജനും റിയാക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടുക. ആ കാർബണും ഓക്സിജനും അതിൻ്റെ സ്റ്റേബിൾ സ്റ്റേറ്റിലായിരിക്കണം. പോരാത്തതിന് അവിടെ ടെമ്പറേച്ചർ 298 Kelvinനും പ്രഷർ 1 bar ആയിരിക്കണം. ആ കണ്ടീഷനിൽ ഫോം ചെയ്യുന്ന കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ എൻതാൽപ്പി അതിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് is the standard enthalpy change for the formation of 1 mole of a compound. അവിടെ 1 mole കാർബൺ ഡൈ ഓക്സൈഡ് ആ സമയത്ത് ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു എൻതാൽപ്പിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദ മോസ്റ്റ് സ്റ്റേബിൾ സ്റ്റേറ്റ് ഓഫ് അഗ്രിഗേഷൻ അല്ലെങ്കിൽ റെഫറൻസ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് സ്റ്റേബിൾ സ്റ്റേറ്റിനെയാണ് ഉദ്ദേശിക്കുന്നത്. The reference state of an element is the most stable state at 25 degrees Celsius and 1 bar pressure. The reference state of dihydrogen H2 gas and those of dioxygen, carbon and sulfur are O2 gas, C ഗ്രാഫൈറ്റ് ഫോമാണ് അതിൻ്റെ മോസ്റ്റ് സ്റ്റേബിൾ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ആൻഡ് സൾഫർ റോംബിക് സ്റ്റേറ്റ്. സൾഫർ തന്നെ പല രീതിയിലുണ്ട്, അതിൽ റോംബിക് ഫോമാണ് അതിൻ്റെ മോസ്റ്റ് സ്റ്റേബിൾ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ദി എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ മേ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ്. ബൈ കൺവെൻഷൻ ദ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഡെൽറ്റ എഫ് എച്ച് നോട്ട് ഓഫ് എൻ എലിമെൻറ്റ് ഇൻ റെഫറൻസ് സ്റ്റേറ്റ് ദാറ്റ് ഈസ് ഇറ്റ്സ് മോസ്റ്റ് സ്റ്റേബിൾ സ്റ്റേറ്റ് ഓഫ് അഗ്രിഗേഷൻ ഈസ് ടേക്കൺ ആസ് 0.
അപ്പോൾ നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് കൺവെൻഷൻ അനുസരിച്ച് നമ്മൾ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ of an element in most stable state is taken as 0. അതിൻ്റെ മോസ്റ്റ് സ്റ്റേബിൾ സ്റ്റേറ്റിലുള്ള ഫോർമേഷൻ ആണെങ്കിൽ നമ്മൾ ഡെൽറ്റ എഫ് എച്ച് നോട്ട് എന്ന് പറയുന്നത് 0 ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. By knowing the standard enthalpies of formation of reactants and products, we can determine the standard enthalpy of reaction by the equation delta R H naught is equal to sigma delta F H naught product minus sigma delta F H naught reactant. That is, the standard enthalpy of reaction is equal to sum of standard enthalpies of formation of product minus sum of standard enthalpies of formation of reactants. അപ്പോൾ sum of standard enthalpies of formation of productനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് സിഗ്മ ഡെൽറ്റ എഫ് എച്ച് നോട്ട് പി ആൻഡ് സം ഓഫ് എൻതാൽപ്പീസ് ഓഫ് ഫോർമേഷൻ ഓഫ് റിയാക്റ്റൻറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് സിഗ്മ ഡെൽറ്റ എഫ് എച്ച് നോട്ട് ആർ. ഇത് രണ്ടും പ്രൊഡക്റ്റ് മൈനസ് റിയാക്റ്റൻറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ കിട്ടുന്നത്. Next is enthalpies of phase transition. It is the enthalpy change when one mole of a substance changes from one phase to another phase at a particular temperature. ഒരു ഫേസിൽ നിന്ന് മറ്റൊരു ഫേസിലേക്ക് ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ചേഞ്ച് ചെയ്യുമ്പോൾ ഒരു മോൾ ഓഫ് എ സബ്സ്റ്റൻസ് ഒരു ഫേസിൽ നിന്ന് മറ്റൊരു ഫേസിലേക്ക് ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ചേഞ്ച് ചെയ്യുമ്പോഴാണ് നമ്മൾ എൻതാൽപ്പി ഓഫ് ഫേസ് ട്രാൻസിഷൻ മെഷർ ചെയ്യുക. The more important types of enthalpies of phase transitions are, first one is enthalpy of fusion, delta fusion H naught. Fusion the short form ആണ് FUS എന്ന് എഴുതിയിട്ടുള്ളത്, delta FUS H naught. It is the enthalpy change when one mole of a solid substance changes to liquid state at its melting point. ഒരു മോള് സോളിഡ് സബ്സ്റ്റൻസ് അതിൻ്റെ ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് അതിൻ്റെ മെൽറ്റിംഗ് പോയിന്റിൽ ചേഞ്ച് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന എൻതാൽപ്പി, അതിനെയാണ് നമ്മൾ ഡെൽറ്റ ഫ്യൂഷൻ എച്ച് നോട്ട് എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ. മെൽറ്റിംഗ് ഓഫ് എ സോളിഡ് ഈസ് എൻഡോതെർമിക്, സോ ഓൾ എൻതാൽപ്പീസ് ഓഫ് ഫ്യൂഷൻ ആർ പോസിറ്റീവ്. അപ്പോൾ എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ എപ്പോഴും പോസിറ്റീവാണ്. മെൽറ്റിംഗ് ഓഫ് എ സോളിഡ് ഈസ് ഓൾവേസ് എനർജി കൺസ്യൂമിങ് പ്രോസസ്സ് അല്ലെങ്കിൽ എനർജി അബ്സോർബിങ് പ്രോസസ്സ്. അപ്പോൾ അവിടെ ആ വാല്യൂ എപ്പോഴും പോസിറ്റീവായിരിക്കും. Next is enthalpy of vaporization, delta VAP, vaporization the short form ആണ് H naught. It is the enthalpy change when one mole of a liquid substance changes to its vapor state at its boiling point. One mole of a liquid substance അതിൻ്റെ വേപ്പർ സ്റ്റേറ്റിലേക്ക് അതിൻ്റെ ബോയിലിംഗ് പോയിന്റിൽ ചേഞ്ച് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന എൻതാൽപ്പി ചേഞ്ചിനെയാണ് നമ്മൾ എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ എന്ന് പറയുന്നത്. Next is enthalpy of sublimation, delta SUB, sublimation the short form ആണ് H naught. It is the enthalpy change when one mole of a substance is directly converted to gaseous state at a particular temperature below its melting point. അപ്പോൾ ഒരു മോൾ ഓഫ് എ സോളിഡ് സബ്സ്റ്റൻസ് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് കടക്കാണ്ട് നേരെ ഗ്യാഷ്യസ് സ്റ്റേറ്റിലേക്ക് മാറുകയാണ് അറ്റ് എ പെർട്ടിക്കുലർ ടെമ്പറേച്ചർ ബിലോ ഇറ്റ്സ് മെൽറ്റിംഗ് പോയിന്റ്. ആ ഒരു എൻതാൽപ്പി ചേഞ്ചിനെയാണ് നമ്മൾ എൻതാൽപ്പി ഓഫ് സബ്ലിമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ 3 എൻതാൽപ്പീസ് ആണുള്ളത്. ഫേസ് ട്രാൻസിഷന് 3 എൻതാൽപ്പീസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ, എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ, എൻതാൽപ്പി ഓഫ് സബ്ലിമേഷൻ. Next is Hesse's law of constant heat summation. Very important ആണ്, എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. The law states that the total enthalpy change for a physical or chemical process is the same whether the reaction takes place in a single step or in several steps. ഒരു സ്റ്റെപ്പിൽ നടക്കുകയാണെങ്കിലും കുറേ സ്റ്റെപ്പിൽ നടക്കുകയാണെങ്കിലും ടോട്ടൽ എൻതാൽപ്പി ചേഞ്ച് ഫോർ ദ പ്രോസസ്, അത് ഫിസിക്കൽ ആയാലും കെമിക്കൽ ആയാലും ഈസ് സെയിം. അതാണ് ഈ ഹെസസ് ലോ ഓഫ് കോൺസ്റ്റൻറ്റ് ഹീറ്റ് സമ്മേഷനിൽ പറയുന്നത്. ഓർ ദ ടോട്ടൽ എൻതാൽപ്പി ചേഞ്ച് ഫോർ എ റിയാക്ഷൻ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ പാത്ത് ഫോളോഡ്. പാത്ത് ഫോളോഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. നമ്മൾ റിയാക്റ്റൻറ്റും പ്രൊഡക്റ്റും ആ ഒരു കൺസെപ്റ്റ് മാത്രമാണ് ഇവിടെ ഇമ്പോർട്ടൻറ്റ്. റിയാക്റ്റൻ്റിൽ നിന്ന് പ്രൊഡക്റ്റായിട്ട് മാറി, അത് ചിലപ്പോൾ ഡയറക്റ്റായിട്ട് മാറിയ പ്രോസസ്സ് ഉണ്ടാവാം, അല്ലെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പല പ്രോസസ്സ് കൂടെ കടന്നിട്ട് പല സ്റ്റെപ്പ് കൂടെ കടന്നിട്ട് നമുക്ക് പ്രൊഡക്റ്റ് ആവാൻ
ഉള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എന്ത് പ്രോസസ്സാണെങ്കിലും ഡയറക്റ്റായിട്ട് ഫോം ചെയ്യാലും പല സ്റ്റെപ്സിൽ ഫോം ചെയ്താലും അവിടെ ടോട്ടൽ എൻതാൽപ്പി ചേഞ്ച് സെയിം ആയിരിക്കുമെന്നാണ് പറയുന്നത്. ദസ് അക്കോർഡിംഗ് ടു ഹെസ്സസ് ലോ, ഇഫ് എ റിയാക്ഷൻ ടേക്സ് പ്ലേസ് ഇൻ സെവറൽ സ്റ്റെപ്സ് then its standard reaction enthalpy is sum of the standard enthalpies of intermediate reactions. ഒരു എക്സാമ്പിൾ പറയുമ്പോൾ ഒന്നുകൂടിയും ക്ലിയർ ആവും. ഇല്ലസ്ട്രേഷൻ ആണ് പറയുന്നത്. കൺസിഡർ എ പ്രോസസ് ഇൻ വിച്ച് ദ റിയാക്റ്റൻറ്റ് എ ഈസ് കൺവേർട്ടഡ് ടു പ്രൊഡക്റ്റ് ബി ഇൻ എ സിംഗിൾ സ്റ്റെപ്പ് ബൈ ഇൻവോൾവിംഗ് ഹീറ്റ് ചേഞ്ച് ഡെൽറ്റ എച്ച്. ആദ്യം നമുക്ക് ഫസ്റ്റ് എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. എ എന്ന് പറയുന്ന റിയാക്റ്റൻറ്റ് ബി എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ആയിട്ട് മാറുകയാണ് ഒരു സിംഗിൾ സ്റ്റെപ്പിൽ. ആ സ്റ്റെപ്പിന് വേണ്ട എൻതാൽപ്പി ചേഞ്ച് എന്ന് പറയുന്നത് ഡെൽറ്റ എച്ച് ആണ്. ലെറ്റ് ദ സെയിം റിയാക്റ്റൻറ്റ് എ ഈസ് ഫസ്റ്റ് കൺവേർട്ടഡ് ടു സി. എ ആദ്യം, ഇനി നമുക്ക് രണ്ടാമത് എന്ന് ബി ഉണ്ടാവുന്ന മറ്റൊരു പ്രോസസ്സ് നോക്കാം. അവിടെ ആദ്യം എ സി ആയിട്ട് മാറും. ഇറ്റ് ഈസ് ഫസ്റ്റ് കൺവേർട്ടഡ് ടു സി, ദെൻ ടു ഡി, എന്നിട്ട് ഈ സി എന്ന് പറയുന്നത് ഡി ആയി മാറും. ഫൈനലി ടു ബി, എന്നിട്ട് ഈ ഡി എന്ന് പറയുന്നത് ബി ആയി മാറും. ഇൻവോൾവിങ് ഹീറ്റ് ചേഞ്ച് ഡെൽറ്റ എച്ച് വൺ, ഡെൽറ്റ എച്ച് ടു, ഡെൽറ്റ എച്ച് ത്രീ റെസ്പെക്റ്റീവ്ലി. എ ടു സി, എ സി ആയി മാറുമ്പോഴുള്ള ഹീറ്റ് ചേഞ്ച് ആണ് ഡെൽറ്റ എച്ച് വൺ. സി ഡി ആയി മാറുമ്പോഴുള്ള ഹീറ്റ് ചേഞ്ച് ആണ് ഡെൽറ്റ എച്ച് ടു. ഡി ബി ആയി മാറുമ്പോഴുള്ള ഹീറ്റ് ചേഞ്ച് ആണ് ഡെൽറ്റ എച്ച് ത്രീ. സോ അക്കോർഡിംഗ് ടു ഹെസ്സസ് ലോ, ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത് ഹീറ്റ് ചേഞ്ച് ഇൻ ദാറ്റ് പ്രോസസ് എ ടു ബി. നമ്മൾ ആദ്യം കിട്ടിയില്ലേ, അതാണ് എ ഡയറക്റ്റ് ആയിട്ട് ബി ആയിട്ട് മാറുന്നത്. അത് ഡെൽറ്റ എച്ച് ആണെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് വൺ പ്ലസ് ഡെൽറ്റ എച്ച് ടു പ്ലസ് ഡെൽറ്റ എച്ച് ത്രീ. ഇനി ഈ പിക്ചർ നോക്കാം. ഇവിടെ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ. ഇതാണ് റിയാക്റ്റൻറ്റ്, ഇതാണ് നമ്മളുടെ പ്രൊഡക്റ്റ്. അപ്പോൾ ഇത് ആദ്യത്തെ പ്രോസസ്സിൽ എ ഡയറക്റ്റ് ആയിട്ട് ബി ആയി. അപ്പോൾ നമ്മളുടെ ഡെൽറ്റ എച്ച് ആണ് ഇവിടെ കാണുന്നത്. ആ പ്രോസസ്സിന് വേണ്ട ഡെൽറ്റ എച്ച്. അതൊരു മെത്തേഡ്. അടുത്ത മെത്തേഡ് എ സി ആയി മാറുന്നു. അതിന് വേണ്ടത് ഡെൽറ്റ എച്ച് വൺ. ആ പ്രോസസ്സിന് ഡെൽറ്റ എച്ച് വൺ ആണ് അവിടുത്തെ എൻതാൽപ്പി ചേഞ്ച്. സി ഡി ആയി മാറുന്നു അടുത്ത സ്റ്റെപ്പിൽ. അപ്പോൾ ആ പ്രോസസ്സിന് വേണ്ട എൻതാൽപ്പി ചേഞ്ച് ആണ് ഡെൽറ്റ എച്ച് ടു. അടുത്തത് ഡി ബി ആയി മാറുന്നു. ആ പ്രോസസ്സിന് വേണ്ട എൻതാൽപ്പി ചേഞ്ച് ആണ് ഡെൽറ്റ എച്ച് ത്രീ. അപ്പോൾ ഈ ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത് ഇവിടെ 1 ഇല്ല കേട്ടോ. ഡെൽറ്റ എച്ച് എന്ന് പറയുന്നതാണ് ഈ ടോപ്പത്തത്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് വൺ പ്ലസ് ഡെൽറ്റ എച്ച് ടു പ്ലസ് ഡെൽറ്റ എച്ച് ത്രീ. ഇതിൻ്റെ മൂന്നിൻ്റെയും കൂടി സമ്മായിരിക്കും ഈ ടോട്ടൽ എൻതാൽപ്പി ചേഞ്ച് എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് ഈക്വൽ. സോ ഹെസ്സസ് ലോ ഓഫ് കോൺസ്റ്റന്റ് ഹീറ്റ് സമ്മേഷൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഒന്നും കൂടി പറയാം. ദിസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ദ ടോട്ടൽ എൻതാൽപ്പി ചേഞ്ച് ഫോർ a physical or chemical process is same whether the reaction takes place in a single step or several step. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം. ഈ ഒരു ലോ പല പ്രാവശ്യം എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ടോപ്പിക്ക് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.